മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ ഏറനാട് MLA PK ബഷീർ, അദ്ദേഹത്തിന്റെ സംസാര ശൈലിക്ക് ആരാധകർ വളരെയേറെയാണ്. സഭയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും CPM എന്നും ബഷീർ MLAയെ ഭയക്കുന്നുണ്ട്. സരസമായി സംസാരിക്കുന്ന ബഷീർ MLA തന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോഴും LDFും CPMും തീർന്നിരിക്കും. പഴയ സീതി ഹാജിയുടെ മകൻ എന്നുള്ള പേരും അദ്ദേഹത്തിന് വലിയ രീതിയിൽ തിലകം ചാർത്തുന്നുമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെരിന്തൽമണ്ണയിൽ UDF സംഘടിപ്പിച്ചൊരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും PK ബഷീർ പതിവ് തെറ്റിച്ചിട്ടില്ല. CPMനെ വലിച്ചു കീറി ഒട്ടിച്ചാണ് ബഷീർ MLA പ്രസംഗം അവസാനിപ്പിച്ചത്. അതിന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു പ്രസംഗമാണ് ധനകാര്യമന്ത്രിന്റെ. ആശാ വർക്കർമാർക്ക് പണം കൊടുക്കുന്നുണ്ടോ? ആരെങ്കിലും സമരം ചെയ്താലോ അതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളാണ് എന്നേ പറയുള്ളൂ. അപ്പുറത്തൊരു മുഖ്യമന്ത്രി ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനെങ്കിലും ഒരു മറുപടി പറയോ? നമ്മളെ കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കലുണ്ട് അസംബ്ലിയിൽ. കുറുക്കോളി എന്താ വെച്ചാൽ ഒരു ആവശ്യമായിട്ട് ഒരു 10-50 കൊല്ലം കഴിഞ്ഞാൽ വരും. നമ്മളിപ്പോൾ ഈ വന്ദേ ഭാരത് വരുന്ന വിചാരിച്ചില്ലോ. 5 കൊല്ലം കഴിഞ്ഞ് 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരൂർക്ക് എത്തുന്ന ഒരു അവസരം ഉണ്ടായില്ല. അപ്പോൾ തിരൂർ മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ ആണെന്ന് പറഞ്ഞിട്ട് കുറുക്കോളി ഒരു ശ്രദ്ധ ക്ഷണിക്കൽ അവതരിപ്പിച്ചു. അതിന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? അതൊരു MLA ആണ്, ഒരു ജനപ്രതിനിധി നിനക്ക് ആവശ്യം പറഞ്ഞു, അത് അദ്ദേഹത്തിന് പറയാം. അത് പറഞ്ഞ് നടക്കൂല. പിന്നെ പറഞ്ഞു അവസാനം ദേഷ്യം പിടിച്ചിട്ട് ഒന്നും കൂടിയാണ്, ഒരു ദശാബ്ദത്തിന് നടക്കൂല. ഇനിയിപ്പോൾ അയാളെ കേരളയിൽ നടക്കും ഒരു ദശാബ്ദത്തിന്. ഇങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ഏത് കാര്യം പറഞ്ഞാലും അതിന് അടുത്ത് അട്ടുത്തരം പറയും. ഒരു മാന്യത അല്ലെങ്കിൽ അതിൻ്റെ ആ മറുപടിയിൽ ഒന്നുമില്ല. വളരെ അഗ്രസീവായിട്ടാണ് പറയും. ഒരു ഗവൺമെൻറ് എന്താണ് മുസ്ലിങ്ങൾക്ക് ഈ CPMന്റെ കാലഘട്ടത്തിൽ നീതി കിട്ടിയത്? ശരീരത്തിനെതിരെ ഏറ്റവും സംസാരിച്ച വ്യക്തികളല്ലേ പാർലമെന്റിൽ അന്ന് പ്രമേയം പാസ്സാക്കിയല്ലേ? അന്ന് നമുക്ക് രക്ഷകരായിട്ട് കോൺഗ്രസ് അല്ലേ? രാജീവ് ഗാന്ധി 401 കോൺഗ്രസ് MPമാർക്ക് വിപ്പ് കൊടുത്തിട്ടല്ലേ അന്ന് സുപ്രീം കോടതിയിലെ വിധിക്കെതിരെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസ് അന്ന് ആ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കിയത്. CPM ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്? ഇപ്പം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോഴത്തിന് വൈകാരികമായിട്ട് വികാരഭരിതമായിട്ട് പിണറായി പ്രസംഗിക്കും. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞാൻ കൊല്ലത്ത് പോയപ്പോൾ MK പ്രേമചന്ദ്രൻ എന്നോട് പറഞ്ഞു 2-3 സ്ഥലത്ത് ബഷീർ ഇങ്ങനെ പോയിന്റ് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ പിണറായി ചെന്നതൊക്കെ എവിടെ? അവർ മുസ്ലിം ബെൽറ്റിൽ മാത്രം അവിടെ കണ്ട് വളരെ വർഗീയപരമായിട്ട് മറ്റേ പൗരത്വം കാര്യങ്ങൾ ഒക്കെ. പൗരത്വം ഇയാളാ? അത് കേന്ദ്രമല്ലേ നിയമം? ഇവിടെ എന്താ വരയ്ക്കാൻ ചെയ്യാൻ കഴിയാം? എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു.